ഓം ശ്രീനാരായണ പരമഗുരവേ നമ. കോട്ടയം ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിന്റെ വിദൂര പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഗുരുധ്യാനത്തോടെ ആരംഭിക്കുകയാണ്. ഗുരുധ്യാനം ചൊല്ലുന്നതിനായി നന്ദന കേസ്. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്നത്തെ ഗുരുവാര പാഠശാലയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി നാം ഇവിടെ വിചിന്തനം ചെയ്തത് മഹാഗുരുവിനാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയാണ്. ഈ കൃതി നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് കോട്ടയം ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിലെ സീനിയർ അധ്യാപികയും അഡ്മിനുമായ ശ്രീമതി സന്ധ്യ വിജയകുമാറാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ദേവീസ്തവം എന്ന കൃതിയുടെ 3ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. ഇന്ന് അവസാന ശ്ലോകങ്ങൾ ടീച്ചർ നമുക്ക് പറഞ്ഞു തരും. അതോടുകൂടി ദേവീസ്തവം എന്ന ക്ലാസ് ഇന്ന് ഇവിടെ പഠനം പൂർത്തീകരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ടീച്ചറെ ഏറെ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ നമസ്തേ. നമസ്തേ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിതുഷാം വഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായി ദേവീസ്തവം എന്ന ഗുരുവിനാൽ വിരചിതമായ കൃതി പഠിക്കുകയായിരുന്നു. ഇതിലെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉപാസനാമൂർത്തിയെ ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ടാണ് ഭഗവാൻ കാണുന്നത്. ഉപാസകൻ ആ ഭഗവാനിലേക്ക് ചെന്ന് ചേരണം, ആ ഭഗവാനും ഭക്തനും ഒന്നായി തീരുക എന്നതാണ് ഒരു ഉപാസകന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നും ഗുരു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അല്ലയോ അമ്മേ, നിന്റെ മേയ് എനിക്ക് പകത്ത് നൽകുക, ഞാനും നീയും ഒന്നായി ചേരട്ടെ, ഞാനും നീയും തമ്മിലുള്ള എല്ലാ ഭേദങ്ങളും ഇല്ലാതാക്കി തീർക്കണം, നിന്നോട് ഞാൻ ചേരണമേ എന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ഇനി നമ്മൾ 7, 8, 9 3 ശ്ലോകങ്ങളും അതിനോടൊപ്പം ഒരു 2 വരിയിലുള്ള ഒരു ഫലശ്രുതിയും കൂടെ കൂടുന്നതാണ് ഈ ദേവീസ്തവം എന്ന് പറയുന്ന മഹത്തായ കൃതി. ഇത് അഭ്യസിച്ചു കഴിഞ്ഞാൽ, ഇത് മനനം ചെയ്തു കഴിഞ്ഞാൽ, മനനം ചെയ്യുന്നയാൾക്ക് ദേവീ പദത്തോട്, അതായത് ഇഷ്ടദേവനെ അല്ലെ ഇഷ്ടദേവിയെ, ആ ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഗുരു നമുക്ക് നൽകുന്ന ഉറപ്പാണ്. അത് മനസ്സോടുകൂടി നമ്മൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാന് സമർപ്പിച്ച് വേണം നമ്മൾ ഓരോ പ്രാർത്ഥനയും ചെയ്യേണ്ടത് എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പോൾ 7ാമത്തെ മന്ത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ചൊല്ലി നോക്കാം. ഇനി നിന്റെ മൗലിയിലെഴുന്നിടും പൂനിലാവിനും അങ്ങു നിന്നു വിളയുന്ന വെണ്ണീറിനും കനലിനു നീരിനു മണത്തിനെന്നല്ല നിന്നിനുമിങ്ങു കണ്ടതിനൊക്കെയും കൈതൊഴാം. ഇവിടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകലതും അമ്മ തന്നെയാണെന്നും അമ്മയുടെ വിഭൂതികളാണെന്നും എന്നാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഇനി നിന്റെ മൗലിയിൽ എഴുന്നിടും പൂനിലാവിനും, ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം മൗലിയിൽ പൂനിലാവുള്ളത് ശിവഭഗവാനാണ്. ഇവിടെ ദേവിക്കും ആ ഒരു വിശേഷണം ചാർത്തി കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്.
ഗുരുവിന്റെ എല്ലാ കൃതികളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ ശിവന്റെ അടയാളങ്ങള്, ആ ശിവന്റെ വിശേഷണങ്ങള്, ശിവനിൽ നിന്ന് ഉത്ഭവിച്ച ഗണപതിക്കുണ്ട്, അതുപോലെ തന്നെ സുബ്രഹ്മണ്യനുണ്ട്, അതുപോലെ തന്നെ പാതിമൈ പകുത്തു കൊടുത്ത ശ്രീ പാർവതിയെ വിശേഷിപ്പിക്കണം. ദേവിയെ ഉപാസിക്കുമ്പോഴും ശിവന്റെ അടയാളങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഭദ്രകാളി അഷ്ടകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ കാളി നാടകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നിൽ നിന്ന് തന്നെയാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായത്, സജ്ജമായിരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നിന്റെ മൗലിയിൽ എഴുന്നിടും പൂനിലാവ്, നിന്റെ മൗലിയില് തിളങ്ങി നിൽക്കുന്ന, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ പൂനിലാവിനെ ഞാനും നീയുമുള്ള ഏകത സാക്ഷാത്കൃതമായി തീരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനും, അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിന്റെ മൗലിയിൽ, മൗലി എന്ന് പറഞ്ഞാൽ അറിയാം ശിരസ്, നിന്റെ ശിരസിൽ തെളിഞ്ഞു കാണുന്ന, എഴുന്നു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു കാണുന്ന ശിവഭഗവാന്റെ ആ തിരുജടയിലുള്ള ആ ചന്ദ്രക്കല തിളങ്ങി നിൽക്കുകയാണ്, അത് എഴുന്നു നിൽക്കുകയെ ചെയ്യുന്ന. അതുപോലെ തന്നെ അല്ലയോ അമ്മേ, നിന്റെ ശിരസിലും എഴുന്നു നിൽക്കുന്ന ആ പൂനിലാവിനും പിന്നെന്താണ്, അങ്ങു നിന്ന് വിളയുന്ന, സ്വയം വിളയുന്ന സ്വഭാവമുള്ളതും നിന്റെ ദേഹത്തിൽ പൂശിയിരിക്കുന്നതുമായ വെണ്ണീറിന്, ദേവി വെണ്ണീർ പൂശിയതായിട്ട് മറ്റ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ അധികം പരിചയം കാണത്തില്ലായിരിക്കും. ഇവിടെ വെണ്ണീർ പൂശിയ ഭഗവാൻ എന്ന് പറയുമ്പോൾ ശിവഭഗവാനാണ് ചുടലക്കളത്തില് ആ ചുടലയിൽ ആ വെണ്ണീറൊക്കെ ദേഹത്ത് പൂശുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആർക്കും വിശേഷണം കൊടുക്കുകയാണ്, ദേവിക്കും വിശേഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിന്റെ മൗലിയിൽ എഴുന്നിടും പൂനിലാവിനും അങ്ങു നിന്നു വിളയുന്ന വെണ്ണീറിനും, അതുപോലെ തന്നെ സ്വയം പ്രകാശിക്കുന്ന ആ വെണ്ണീർ, നിന്റെ ശരീരം മുഴുവൻ പൂശിയിരിക്കുന്ന ആ വിഭൂതി, വെണ്ണീറിനെ വിഭൂതിയായിട്ടാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. കനലിനു നീരിനു മണത്തിനെന്നല്ല, ഇവിടെ കനൽ എന്ന് പറയുമ്പോൾ ആ വിഭൂതി വിളയുന്നതിൻ്റെ ഒരു മുഖം മാത്രമായിരിക്കുന്ന അഗ്നിക്ക്, പഞ്ചഭൂതങ്ങളിലെ അഗ്നിയാണ് ഇവിടെ കനൽ എന്ന പദം കൊണ്ട് ഭഗവാൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ നിന്റെ തന്നെ വിഭൂതിയാണ് ഈ പഞ്ചഭൂതങ്ങളിലുള്ള അഗ്നി എന്ന് പറയുന്നത്. ഇനി എന്താ പറയുക, നീരിന്, അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളിലെ നീരെന്ന് പറയുന്നത് എന്താണ്, അതും അല്ലയോ അമ്മേ നിന്റെ വിഭൂതി തന്നെയാകുന്നു. മണത്തിനെന്നല്ല, മണമെന്ന് പറയുമ്പോൾ ഗന്ധം, അത് ഭൂമിയുടെ സ്വഭാവമാണ്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ സ്വഭാവമാണ് എന്ത്, മണം എന്ന് പറയുന്നത്. ആ മണത്തിനെന്നല്ല, എല്ലാത്തിനും എന്നല്ല, എന്നു മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും എല്ലാം അല്ലയോ അമ്മേ നിന്റെ തന്നെ ആ ശരീരത്തിന്റെ, നിന്റെ തന്നെ വിഭൂതികളാകുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. കാരണം നീയല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിനില്ലെന്നും ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പഞ്ചഭൂത നിർമ്മിതമായ എല്ലാം അല്ലയോ അമ്മേ നീ തന്നെയാകുന്നു എന്നുമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി നിന്റെ മൗലിയിൽ എഴുന്നിടും പൂനിലാവിനും അങ്ങു നിന്നു വിളയുന്ന വെണ്ണീറിനും കനലിനു നീരിനു മണത്തിനെന്നല്ല, നിന്നിനമിങ്ങും കണ്ടതതിനൊക്കെയും കൈതൊഴാം. ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എല്ലാം തന്നെ അല്ലയോ അമ്മേ നിന്റെ തന്നെ വിഭൂതികളാണെന്ന് കണ്ട് അതിനെ എല്ലാം കൈതൊഴാം എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്ന. 7ാമത്തെ മന്ത്രത്തെ പറഞ്ഞു തരികയാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളായി നമുക്ക് കാണപ്പെടുന്നതെല്ലാം തന്നെ ഒരേ ഒരു ബ്രഹ്മത്തിന്റെ തന്നെ ആ പ്രതീകങ്ങളാകുന്നു. അങ്ങനെ ഒരേ ബ്രഹ്മത്തിന്റെ പ്രതീകങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതുമെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും വണങ്ങാൻ സാധിക്കും. ഭാരതീയ സങ്കല്പത്തിൽ നമുക്കറിയാം സകല ചരാചരങ്ങളെയും ഈശ്വരീയ ഭാവത്തിലാണ് ആരാധിക്കുന്നത്. മൃഗങ്ങളെയും മൃഗാദികളെയും അതുപോലെ തന്നെ വൃക്ഷങ്ങളെയും എല്ലാത്തിനെയും മലകളെയൊക്കെ പൂജിച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഭാരത സംസ്കാരത്തിലുണ്ട്. എന്തുകൊണ്ടാണത്? ഈ പ്രപഞ്ചത്തിൽ ഈ കാണപ്പെടുന്നതെല്ലാം തന്നെ ഒരേ ഒരു ബ്രഹ്മത്തിന്റെ പ്രതീകങ്ങളാണ് എന്ന് കണ്ടാണ് ഈ സകലതിനെയും ഈശ്വരീയ ഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്നത്. അത് തന്നെയാണ് ഗുരു പറയുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അല്ലയോ അമ്മേ നിന്റെ വിഭൂതികളാണെന്ന് മനസ്സിലാക്കി എല്ലാത്തിനെയും ഞാനിതാ കൈ തൊഴാം എന്നാണ് ഭക്തൻ ആ ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഒരു ചുരുക്കിയ ഒരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ,
അർത്ഥം നമുക്ക് കൂട്ടർത്ഥം എഴുതിയെടുക്കാം. പറയുവാണേ. അമ്മേ, അമ്മേ, ഞാനും നീയും തമ്മിലുള്ള ഏകത, അമ്മേ, ഞാനും നീയും തമ്മിലുള്ള ഏകത സാക്ഷാത്കൃതമായി തീരുന്നതിനുള്ള, ഞാനും നീയും തമ്മിലുള്ള ഏകത സാക്ഷാത്കൃതമായി തീരുന്നതിനുള്ള, അതായത് അമ്മയുമായി ചേരുന്നതിന് എന്തൊക്കെയാണോ വിഘ്നങ്ങളായിരുന്നത് അതെല്ലാം മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ഞാനും നീയും തമ്മിലുള്ള ഏകത സാക്ഷാത്കൃതമായി തീരുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ആ സ്ഥിതിയിൽ ഇരിക്കുന്ന ഞാൻ നിന്റെ ശിരസിൽ തെളിഞ്ഞു കാണുന്ന പൂനിലാവിനെ, നിന്റെ ശിരസിൽ തെളിഞ്ഞിരിക്കുന്ന പൂനിലാവിനെ കൈതൊഴുന്നു. നീ ദേഹത്തിലാകെ പൂശിയിരിക്കുന്ന വിഭൂതിയെയും കൈതൊഴുന്നു. ഇവിടെ വെണ്ണീറിനെയാണ് വിഭൂതി എന്ന് പറയുന്നത് കേട്ടോ. വിഭൂതിയെയും കൈതൊഴുന്നു. ആ വിഭൂതിയാണല്ലോ ഈ പ്രപഞ്ചം മുഴുവനായി വിളഞ്ഞു നിൽക്കുന്നത്. ആ വിഭൂതി വിളഞ്ഞതിന്റെ ഫലമായുണ്ടായ ദൃശ്യമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയും, കനലിന്, നീരിന്, മണത്തിന് എന്ന് പറയുമ്പോൾ അത് പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ വിഭൂതി വിളഞ്ഞതിന്റെ ഫലമായുണ്ടായ ദൃശ്യമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയും അവയുടെ ഗുണങ്ങളെയും അവയുടെ ആകത്തുകയായ നിന്റെ തിരുമേനിയെയും ഞാൻ കൈതൊഴുന്നു. അടുത്ത 8ാമത്തെ മന്ത്രം പരിശോധിക്കാം. തൊഴുമെന്നെയങ്ങു വിളി ഇങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്ക് തുണയില്ല നീ എന്നിയെ. അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യൻ മനം കുഴയുന്നിതിങ്ങു കുഴലൂതു കാർക്കൊണ്ടലേ.
തൊഴുമെന്നെ അങ്ങു വിളി ഇങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്കു തുണയില്ല നീ എന്നിയെ അഴലിങ്കലിട്ട മെഴുകല്ല നെയ് എൻ മനം കുഴയുന്നിതിങ്ങു കുഴലൂതു കാർക്കൊണ്ടലെ. ഇവിടെ വീണ്ടും ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് തന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്. തൊഴുമെന്നെ അങ്ങു വിളി ഇങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്ക്. തൊഴുതുകൊണ്ട് നിൽക്കുന്ന എന്നെ അങ്ങോട്ട് വിളിച്ചു നീയുമായുള്ള ഏകീഭാവം വാസ്തവമാക്കി തീർക്കുക. തൻ്റെ അവസ്ഥ മനസ്സിലാക്കി തനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ട് തന്നെ നീ എന്നെ അങ്ങോട്ട് വിളിക്കുക, നീയുമായിട്ട് ഒന്നായി ചേരാൻ വേണ്ടി ഞാനും നീയും ഞെരിക്ക കലരുക എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടില്ലേ സുബ്രഹ്മണ്യന്റെ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിന്നോട് ഒന്നായി തീരാൻ വേണ്ടി നീ എന്നെ ആ ഏകീഭാവം, ഞാനും നീയും ഒന്നായി തീരുക എന്ന ആ ഏകീഭാവം വാസ്തവമായി തീർക്കുന്നതിന് വേണ്ടി നീ എന്നെ അങ്ങോട്ട് വിളിക്കുക. ഇങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്ക്. ഞാനിവിടെ എങ്ങനെയാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു കടലിനോടാണ് ഉപമിക്കുന്നത് അല്ലേ. സംസാരമാകുന്ന സാഗരം എന്നാ പറയുന്നത്. ഈ സംസാര സാഗരം, ഈ ആഴിയിൽപ്പെട്ട് ഞാൻ കയ്യും കാലും ഇട്ട് തുഴയുകയാണ് ചെയ്യുന്നത്. എനിക്കിവിടെ നീയല്ലാതെ മറ്റൊരാളും തുണയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. നിന്നാഴിയിൽ തുഴയുന്നെനിക്ക് തുണയില്ല നീ എന്നിയെ. ഈ ജീവിതസാഗരത്തിൽ കടന്ന് ഞാൻ കയ്യും കാലും ഇട്ട് അടിച്ചിങ്ങനെ തുഴയുക ചെയ്യുന്നത്. കഴിഞ്ഞ മുൻപിലത്തെ മന്ത്രത്തിലും പറഞ്ഞില്ല, നമ്മളോട് പറഞ്ഞില്ല 6ാമത്തെ മന്ത്രത്തിൽ, അമരത്തിരുന്ന് ഈ വള്ളത്തെ നിയന്ത്രിക്കുന്ന ആ നിയന്താവ് നീ തന്നെയാകുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ കടലിൽ കടന്ന് സംസാര ദുഃഖം, ആ ദുഃഖത്തിന്റെ സാഗരത്തിൽ കടന്ന് ഞാൻ കയ്യും കാലും ഇട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തുണയില്ലാതെ തുഴയുകയാണ് ചെയ്യുന്നത്. അവിടെ എനിക്ക് നീ അല്ലാതെ മറ്റൊരു തുണയില്ല, മറ്റൊരാശ്രയം എനിക്ക് അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് അഴലിങ്കലിട്ട മെഴുകല്ല. അഴലെന്ന് പറഞ്ഞാൽ അറിയാം ദുഃഖം. ദുഃഖം അല്ലെങ്കിൽ തീ എന്നൊക്കെ അർത്ഥം വരും അഴലിന്. ഈ ദുഃഖത്തിലിട്ട് ആ ഉരുകുന്ന ഒരു മെഴുകല്ല ഞാനെന്ന് വീണ്ടും ഭക്തൻ തിരിച്ചറിയുക ചെയ്യുന്നത്. ഞാൻ വെറും ഒരു മെഴുകല്ല. മെഴുക് ഇങ്ങനെ ഉരുകി കഴിയുമ്പോൾ അത് ഒന്നായത് ഇങ്ങനെ ഉരുകി പോവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ വെറും ഉരുകി തീരുന്ന ഒരു മെഴുകല്ല ഞാൻ. പിന്നെ ഞാൻ എന്താകുന്നു? നെയ് എൻ മനം. എൻ്റെ മനസ്സെന്താണ്? നെയ് തന്നെയാകുന്നു എന്നാ പറയുന്നത്. അതായത് നിന്നിലേക്ക് അർപ്പിക്കപ്പെടുന്ന, നിന്നിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു നെയ്യാകുന്നു ഞാൻ. ഇവിടെ ഹോമമന്ത്രം നമുക്ക് ഓർമ്മപ്പെടുത്താൻ പറ്റും. അഹം ഇതി ആജ്യം ജുഹോമി എന്ന് പറയുന്നുണ്ട്. ഞാനാകുന്ന എൻ്റെ അഹംബോധമാകുന്ന നെയ്യാണ് അതിലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഹോമമന്ത്രം പറയുമ്പോൾ ഒരു പറയുന്നതാണ്, നെയ്യായിട്ട് എന്തിനാ സങ്കല്പിക്കുന്നത്? അഹംബോധത്തിന്. അഹം ഇതി ആജ്യം എന്ന് പറയുന്ന, ആജ്യം എന്ന് പറഞ്ഞ നെയ്യ്. ഈ ഞാനാകുന്ന നെയ്യെ ആ ഹോമാഗ്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെയും പറയുകയാണ് ചെയ്യുന്നത്, നെയ്യാകുന്നു എൻ്റെ മനസ്സ്, അല്ലാതെ വെറുതെ ഉരുകിത്തീരുന്ന ഒരു മെഴുകല്ല, കുഴഞ്ഞു പോകുന്ന ഒരു മെഴുകല്ല ഞാൻ. നിന്നിലേക്ക് ആഹൂതി ചെയ്യപ്പെടേണ്ട നെയ്യാകുന്നു എൻ്റെ മനസ്സെന്ന് പറയുന്നത്. കുഴയുന്നിതിങ്ങു. എങ്ങനെയാ പറയുന്നത്? എൻ്റെ ഈ വാസ്തവസ്ഥിതി ഓർക്കാത്തത് കൊണ്ടാണ് ഞാൻ ഉരുകി മെഴുകുതിരി പോലെ കുഴഞ്ഞു പോകുന്നത്. ഞാൻ കുഴഞ്ഞു കുഴയുന്നതിങ്ങു. ഞാൻ നിന്നിലേക്ക് അർപ്പിക്കേണ്ട ആ ഹവിസായ ആജ്യമാകുന്നു, നെയ്യാകുന്നു ഞാൻ, എന്നിലെ അഹംബോധം എന്ന് പറയുന്നത്. എന്നാൽ എനിക്ക് ആ വാസ്തവസ്ഥിതി ഓർമ്മയില്ലാത്തത് കൊണ്ട്, അത് ഉറയ്ക്കാത്തത് കൊണ്ടാണ് ഞാൻ ഒരു മെഴുകു പോലെ കുഴഞ്ഞു പോകുന്നത് എന്നാണ് പറയുന്നത്. കുഴയുന്നതിങ്ങ്. അതിന് നീ എന്ത് ചെയ്യണം? കുഴലൂത് കാർക്കൊണ്ടലേ. അല്ലയോ കാർക്കൊണ്ടലേ. അമ്മയെ വിശേഷിപ്പിക്കുകയാണ് കാർക്കൊണ്ടലേ എന്ന്. അല്ലയോ കാർക്കൊണ്ടലേ, ദുഃഖമാകുന്ന അഗ്നിയെ, ദുഃഖത്തിനെ നമ്മൾ തീയോട് ഉപമിച്ചു കഴിഞ്ഞാൽ ആ തീയെ അണയ്ക്കാൻ എന്തിന് ശക്തിയുണ്ട്? മഴയ്ക്ക്. കാർമേഘത്തിൽ നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ തീ അണഞ്ഞു പോകും അല്ലേ. അപ്പൊ ദുഃഖത്തിനെ അണയ്ക്കാൻ വേണ്ടി അല്ലയോ അമ്മേ നീ എന്താകുന്നു? നീ കാർക്കൊണ്ടലാകുന്നു. ആ ദുഃഖമാകുന്ന അഗ്നിയെ മഴ പെയ്ച്ച് ശമിപ്പിക്കാൻ കഴിവുള്ള കാർമേഘമായിരിക്കുന്നവളെ എന്നാണ് പറയുന്നത്. എത്ര മനോഹരമായ വിശേഷണം അല്ലെ. ആ ദുഃഖത്തിനെ, നമ്മളാകുന്ന അഗ്നിയിൽ ഉണ്ടാകുന്ന ആ
ദുഃഖമാകുന്ന അഗ്നി ഉണ്ടാകും. അങ്ങനെയുള്ള അഗ്നിയെ ഇല്ലാതാക്കാൻ വേണ്ടി നിനക്ക് മഴയായി പെയ്യാൻ സാധിക്കും. കാരണം നീ ആരാണ്? നീ കാർക്കൊണ്ടലാണ്. മഴയെ ധരിച്ചുകൊണ്ടിരിക്കുന്ന കാർക്കൊണ്ടലും അല്ലയോ അമ്മേ നീ തന്നെയാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ബോധം എന്നിൽ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാണ്? കുഴലൂത്, നീയുമായുള്ള ഏകത വാസ്തവമായി തീർക്കുന്നതിന് ഉപകരിക്കുന്ന ജ്ഞാനരഹസ്യത്തിന്റെ മൗനമായ മുഴക്കം. ഞാനും നീയും ഒന്നായി തീരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും മാറ്റി ഞാനും നീയും ഒന്നാകുന്ന എന്ന ഏകത നമ്മളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജ്ഞാനരഹസ്യത്തിന്റെ മൗനമായ മുഴക്കം, ഞാനും നീയും ഒന്നായി തീരണം എന്ന ഒരു വിചാരം എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ മതിയിൽ ഉണ്ടാകണമെങ്കിൽ ആ ജ്ഞാനരഹസ്യം എന്ത് ചെയ്യണം? നീ മൗനമായ ഒരു മുഴക്കത്തിലൂടെ ഒരു കുഴലൂത്താക്കി തീർത്ത് ഊതിത്തരണമെന്നാണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഉപാസനാദേവിയുടെ അല്ലെ ഉപാസനാമൂർത്തിയുടെ കാരുണ്യമില്ലാതെ ഭക്തന് യാതൊന്നും സാധിക്കത്തില്ല എന്നാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ എത്ര വിചാരിച്ചാലും, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ ഒരു കടാക്ഷം കൂടെ നമ്മളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന അതിന്റെ പൂർത്തീകരണം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് കൈവിടാതെ കാത്തുകൊള്ളണമേ എന്ന് ദൈവദശകത്തിൽ ഭഗവാൻ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. കാരണം ഭഗവാൻ ഭക്തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാനെ അവിടുന്ന് കരത്തോട്, ആ തൃക്കരത്തോട് നമ്മെ ചേർത്ത് പിടിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഞാനും നീയും രണ്ടായി തീർന്നിരിക്കുവാൻ, നീയും ഞാനും ഏകമായി തീരുന്നതിനും തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്കി ആ ജ്ഞാനരഹസ്യം എന്നിലേക്ക് നീ ഊതിത്തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. തൊഴുമെന്നെ അങ്ങു വിളി ഇങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്ക് തുണയില്ല നീ എന്നിയെ അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യൻ മനം കുഴയുന്നതിങ്ങു കുഴലൂതു കാർക്കൊണ്ടലേ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എഴുതാം. അമ്മേ നീയുമായുള്ള ഏകീഭാവത്തിന് ഞാൻ കൈതൊഴുത് നിൽക്കുകയാണ്. അമ്മേ നീയുമായുള്ള ഏകീഭാവത്തിന് ഞാൻ കൈതൊഴുത് നിൽക്കുകയാണ്. എന്നെ നിന്നിലേക്ക് വിളിക്കുക. നിന്നിൽ നിന്നു വേറെയാണ് ഞാനെന്ന ഭാവം. നിന്നിൽ നിന്ന് വേറെയാണ് ഞാനെന്ന ഭാവം. നിന്നിൽ നിന്ന് വേറെയാണ് ഞാൻ എന്ന ഭാവം എന്നിൽ നിന്നും വിട്ടുപോയിട്ടില്ല. നിന്നിൽ നിന്ന് വേറെയാണ് ഞാൻ എന്ന ഭാവം എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അതിനാൽ ഞാൻ ദുഃഖസാഗരത്തിൽപ്പെട്ട് ഉഴലുകയാണെന്ന് തോന്നുന്നു. അതിനാൽ ഞാൻ ദുഃഖസാഗരത്തിൽപ്പെട്ട് ഉഴലുകയാണെന്ന് തോന്നുന്നു. ഈ ദുഃഖസാഗരത്തിൽ നിന്ന് കരകയറുന്നതിന് നീയുമായുള്ള
ഏകതയല്ലാതെ മറ്റൊരു വഴിയില്ല. നീയുമായുള്ള ഏകതയല്ലാതെ മറ്റൊരു വഴിയില്ല. വാസ്തവത്തിൽ എൻ്റെ മനസ്സ് എരുതിയിൽ വീണ മെഴുകുപോലെ എരുതിയിൽ വീണ മെഴുകുപോലെ ദുഃഖത്തിൽ വീണു കുഴഞ്ഞു പോവേണ്ട ഒന്നല്ല. ദുഃഖത്തിൽ വീണു കുഴഞ്ഞു പോവേണ്ട ഒന്നല്ല. അത് നിന്നിൽ അർപ്പിക്കപ്പെട്ട് സ്വയം എരിഞ്ഞ് അടങ്ങേണ്ട നെയ്യാകുന്നു. അത് നിന്നിൽ അർപ്പിക്കപ്പെട്ട് സ്വയം എരിഞ്ഞ് അടങ്ങേണ്ട നെയ്യാണ്. എൻ്റെ ഈ വാസ്തവ സ്ഥിതി ഓർക്കാത്തത് കൊണ്ടാണ് തീയിൽ വീണ മെഴുകുപോലെ ഞാൻ കുഴഞ്ഞു പോകുന്നത്. ദുഃഖമാകുന്ന അഗ്നിയെ മഴ പെയ്യിച്ചു തണുപ്പിക്കാൻ കഴിവുള്ള കാർമേഘമാണു നീ. അങ്ങനെയുള്ള നീയുമായുള്ള ഏകത വാസ്തവമാക്കി തീർക്കുന്നതിന് ഉപകരിക്കുന്ന ജ്ഞാനത്തിന്റെ മൗനമായ മുഴക്കം ഒരു കുഴലൂത്താക്കി തീർത്ത് ഊതിത്തരുക. ഇനി 9ാമത്തെ. അല പൊങ്ങി വന്ന നുര തള്ളി ഉള്ളാഴി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിഞ്ഞു നീ. നിലപറ്റു നിന്നിതു നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞൂതു നീ. അല പൊങ്ങി വന്നു നുര തള്ളി ഉള്ളാഴി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിഞ്ഞു നീ. നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞൂതു നീ. ഇവിടെ പറയുകയാണ്, അലകൾ പൊങ്ങി വന്ന് പതഞ്ഞു നുര തള്ളി വരുന്ന സംസാരക്കടൽ ഇതാ ഘോര രൂപം പൂണ്ടു നിൽക്കുന്നു.
അലയും. നമ്മൾ കടല് കണ്ടുള്ളവർക്കല്ലേ ചിലപ്പോൾ ആ തിരമാലയുടെ വരവ് വന്നു കഴിഞ്ഞാൽ എത്ര ഘോര സന്ധ്യ ടീച്ചറെ കണ്ടിന്യൂ ചെയ്തോളൂ. കോള് വന്നാണ്, ഒരു കോള് വന്നാണ്, സോറി കേട്ടോ. കറക്റ്റായി. ഓക്കെ. നമ്മുടെ ദുഃഖം തിരമാലകൾ പോലെ ആർത്തലമ്പി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. സമുദ്രം കണ്ടിട്ടുള്ള നമുക്കറിയാം, ചില തിരകളുടെയൊക്കെ വരവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ടു പോകും. തിര കണ്ടിരിക്കാനൊക്കെ മനോഹരമാണ്, പക്ഷെ ചിലത് വല്ലതെ ആർത്തലച്ച് വരുന്നില്ലേ? അതുപോലെ പറയുന്നത്, അലകൾ പൊങ്ങി വന്ന് പതഞ്ഞ് നുര തള്ളി വരുന്ന ഈ സംസാരക്കടൽ ഒരു ഘോര രൂപം കൊണ്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അവിടെ ഇതിനോട് മല്ലിടാൻ വേണ്ടി, ഇതിനോട് എതിരിടാൻ വേണ്ടി, അല്ലയോ അമ്മ നീ ആരാകുന്ന പറയുന്നത്? അല പൊങ്ങി വന്ന് നുര തള്ളി ഉള്ളാഴി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിനു നീ. നീ ഒരു പെൺകുതിരയെ പോലെ, നീ ഒരു പെൺകുതിരയെ പോലെ. കുതിരയ്ക്ക് നല്ല ശക്തി ഉണ്ടെന്ന് പറയും അല്ലേ? കുതിരയുടെ ശക്തി പറയത്തില്ലേ? അതുപോലെ ഇവിടെ അമ്മയോട് പറയാം, നീ ഒരു പെൺകുതിരയായിട്ട് വന്ന് എന്നിലെ ഈ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കാനാണ് പറയുന്നത്. നീ ഒരു പെൺകുതിരയാണല്ലോ. ഇങ്ങനെ കുതിരയുടെ ഒരു ഉദാഹരണം ഭഗവാൻ വീണ്ടും പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഭദ്രകാളി അഷ്ടകത്തില് 2ാമത്തെ മന്ത്രത്തില് കോടി സമാന ധാടി യുവതി എന്ന് പറയുന്നില്ലേ? കുതിരയെ പോലെ ആ കുതിരക്കൂട്ടത്തോടുകൂടി, പെൺകുതിരയുടെ കൂട്ടത്തോടെ വന്ന് എന്നിലെ എല്ലാ ദുഃഖങ്ങളെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ സംസാര സാഗരത്തിലെ ഈ ഘോരമാകുന്ന ദുഃഖാഗ്നിയെ ഇല്ലാതാക്കാൻ, അല്ലയോ നീ ഒരു പെൺകുതിരയാകാനാ പറയുന്നത്. ഇങ്ങനെയൊരു സങ്കല്പമുണ്ട്. കടലില് ബെഡവാഗ്നി എന്ന് പറഞ്ഞ ഒരു അഗ്നിയുണ്ട്. അത് ബെഡവ എന്ന് പറഞ്ഞ ഒരു പെൺകുതിരയുടെ ചീറ്റലിൽ നിന്നുണ്ടാകുന്നതാണ് ഈ അഗ്നി. എത്രമാത്രം മഴ പെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒഴുകി ചേരുന്ന വെള്ളമെല്ലാം കടലിലേക്ക് പോകുന്ന, എന്നാൽ കടല് കര കവിഞ്ഞ് ഒഴുകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഉണ്ടോ? ഇല്ലല്ലോ. കടല് ഈ വെള്ളമെല്ലാം ചെന്ന് വീണാലും കടല് കര കവിഞ്ഞ് ഒഴുകാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കടലിങ്ങനെ കര കവിഞ്ഞ് ഒഴുകാത്തത്? അതിനൊരു ഉദാഹരണം പുരാണത്തിലൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ്. ആ കടലിനടിയിൽ ഒരു ബെഡവാഗ്നിയുണ്ട്. ഈ അഗ്നി ഈ വെള്ളത്തിനെ മുഴുവന് വറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന. അപ്പോൾ ഒരു പെൺകുതിരയുടെ ചീറ്റലാകുന്നു ഈ അഗ്നി എന്നാ പറയുന്ന. ബെഡവോ എന്ന പേരുള്ള ആ പെൺകുതിരയുടെ ചീറ്റലിൽ ഉണ്ടാകുന്ന അഗ്നിയാണ് ഈ സമുദ്രത്തിലെ ജലത്തെ മുഴുവൻ വറ്റിക്കുന്നത്. അപ്പോൾ എന്നിലുണ്ടാകുന്ന ആ ദുഃഖത്തിന്റെ അഗ്നിയെ മുഴുവൻ, അല്ലയോ അമ്മേ നീ ഈ കുതിര എപ്രകാരമാണോ ഈ സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ വറ്റിച്ച് അതിനെ സമനിലയിൽ നിർത്തുന്നത്, അതുപോലെ തന്നെ നീ എന്നിലും പ്രവർത്തിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല പൊങ്ങി വന്നു നുര തള്ളിയുള്ള ആഴി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിഞ്ഞു നീ. നില പെറ്റു നിന്നിത് നിറുക്കി നീരാടു. അതായത് നില പെറ്റു നിന്ന്, നിലയില്ലാത്ത ഈ സമുദ്രത്തിൽ നിലയുണ്ടാക്കി നിന്ന്, ഈ നിലയില്ലാത്ത ഈ സമുദ്രത്തിൽ നിലയുണ്ടാക്കി നിന്ന് ഇത് നുറുക്കി, അലകളെയും അതിലെ നുരകളെയും ഒക്കെ നുറുക്കി നശിപ്പിച്ചു കളഞ്ഞിട്ട് നീരാട്. അതൊക്കെ വെറും നീര് തന്നെയാണെന്ന് മനസ്സിലാക്കാന്. എത്ര ആർത്തലച്ച് തിരമാല വന്നാലും നമ്മൾ മനസ്സിലാക്കുക, ആ തിരമാല വെള്ളമല്ലാതെ മറ്റൊന്നുമല്ല. എത്ര പതഞ്ഞു പൊങ്ങി വന്നാലും എത്ര ശക്തമായി വന്നാലും ഇത് വെള്ളമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെയാണ് നമ്മളിലെ എത്ര ദുഃഖങ്ങൾ, എന്തൊക്കെ ആർത്തിലമ്പി വന്നാലും ഇതൊക്കെ ഈശ്വരന്റെ ഒരു നിശ്ചയമാണെന്ന് വിചാരിച്ച് ആ നടുനില തന്ന് നമ്മളെ നിർത്താൻ വേണ്ടി ആണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം വെറും വെള്ളം തന്നെയാണെന്ന് മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞു തന്നത്.
ഇത് നുറുക്കി ഈ അലകളെയും ഇതിലെ നുരകളെയും എല്ലാം നുറുക്കി നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇതൊക്കെ വെറും നീരാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? അത് വെള്ളമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നീ നീരാടാനാ പറയുന്നത്. നീരലയുന്നതില്ല, അലയുന്നതിനുള്ള നീരല്ല. അലകൾക്ക് ആണ്, അലകൾക്കെല്ലാം താങ്ങായിരിക്കുന്നതാണ് നീര്. ഈ നീരെന്ന് പറയുന്നത് ഇതിന് അലച്ചിലുള്ളതല്ല. ഈ അലകൾക്കെല്ലാം ആധാരമായിരിക്കുന്ന പരമമായ സത്യം എന്ന് പറയുന്നത് ഈ വെള്ളം തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നീരിന് താങ്ങായി നിൽക്കുന്നതാണ്, ഈ അലകൾക്ക് താങ്ങായി നിൽക്കുന്നതാണ് നീരെന്ന് പറയുന്നത്. അല്ലാതെ അലകള് നീരിനേക്കാൾ മുകളിലല്ല. ഈ നീര് എന്തുകൊണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അലകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സത്യമായിരിക്കുന്നത്? ഇവിടെ നീരാണ് സത്യമായിരിക്കുന്നത്. ഇനി ആ നീരെന്താണ്? തണലെന്നറിഞ്ഞ് ഊതുനീ എന്നാ പറയുന്നത്. ഈ വെള്ളം എന്തിനാന്ന് പറയുന്നത്? ആ നീരിനെ സത്യമായി അറിഞ്ഞ് അതിനെ തണലാക്കിക്കൊണ്ട് അലയെയും നീരിനെയും സംബന്ധിക്കുന്ന ഈ തത്വം അറിഞ്ഞുകൊണ്ട് നീ മൗനത്തിന്റെ മുഴക്കത്തെ കുഴലൂത്താക്കി തീർക്കാനാ പറയുന്നത്. കാരണം ഈ നീരിലടങ്ങി, ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് തന്നെയാണ് ഈ അലയും ഈ പതയും എന്ന് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് വ്യത്യസ്തമല്ല ഈ അലയും ഈ പതയും എന്ന് പറയുന്നത്. അത് നീ മനസ്സിലാക്കി എന്ത് ചെയ്യുക ചെയ്യുന്നത്? ആ മൗനത്തിലൂടെ ആ ജ്ഞാന രഹസ്യം മൗനത്തിലായി, മൗനത്തോടുകൂടി അതൊരു മുഴക്കമായി എൻ്റെ കാതുകളിലേക്ക് തരണമേ എന്നാണ് ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പം അല പൊങ്ങി വന്നു നുര തള്ളി ഉള്ളാടി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിഞ്ഞു നീ നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞൂത് നീ. അങ്ങനെ 9ാമത്തെ മന്ത്രവും കഴിഞ്ഞു. നമുക്ക് അതിന്റെ കൂട്ടത്തെ എഴുതിയെടുക്കാം. അമ്മേ അലകൾ പൊങ്ങി വന്നു, അമ്മേ അലകൾ പൊങ്ങി വന്ന് നുര തള്ളി വരുന്ന സംസാരക്കടൽ, നുര തള്ളി വരുന്ന സംസാരക്കടൽ ഘോര രൂപത്തിൽ വന്ന് നിന്ന് അലയുമ്പോൾ അതിനോട് മല്ലിടുന്നതിന് കഴിവുള്ള ബഡവം എന്ന പെൺകുതിരയാണല്ലോ നീ. ബഡവം എന്ന പെൺകുതിരയാണല്ലോ നീ. നിലയില്ലാത്ത ഈ കടലിൽ നിലയുണ്ടാക്കി നിന്നുകൊണ്ട് അലകളെയും നുരകളെയും ഒക്കെ നീ നുറുക്കി ഇല്ലാതാക്കി കളയുന്നു. അലകൾ ഇല്ലാതായാൽ ശേഷിക്കുന്നത് നീരാകുന്നു. അലകൾ ഇല്ലാതായാൽ ശേഷിക്കുന്നത് നീരാകുന്നു. അലകൾ ഇല്ലാതായാൽ ശേഷിക്കുന്നത് നീരാകുന്നു. നീരിന് അലച്ചിലില്ല. ഉള്ളത് അലയുമല്ല
നുരയുമല്ല, ഉള്ളത് അലയുമല്ല, നുരയുമല്ല, നീരാണ് എന്നറിയുമ്പോൾ ഉള്ളത് അലയുമല്ല, നുരയുമല്ല, നീരാണ് എന്നറിയുമ്പോൾ, നീരാണ് എന്ന് അറിയുമ്പോൾ അതിനോട് മല്ലിടാനോ, അതിനോട് മല്ലിടാനോ, രക്ഷപ്പെടാനോ, രക്ഷപ്പെടാനോ അല്ല തോന്നുന്നത്. അതിൽ നീരാടാനാണ്, അതിൽ നീരാടാനാണ്. അലയ്ക്കും അലയ്ക്കും നുരയ്ക്കും, അലയ്ക്കും നുരയ്ക്കും താങ്ങായി നിൽക്കുന്ന, അലയ്ക്കും നുരയ്ക്കും താങ്ങായി നിൽക്കുന്ന നീര്, അലയ്ക്കും നുരയ്ക്കും താങ്ങായി നിൽക്കുന്ന നീര് അപ്പോൾ താങ്ങുമായി തീരുന്നു, അപ്പോൾ താങ്ങുമായി തീരുന്നു. താങ്ങും തണലുമായി നിൽക്കുന്ന, താങ്ങും തണലുമായി നിൽക്കുന്ന ഈ തത്വരഹസ്യത്തിന്റെ, താങ്ങും തണലുമായി നിൽക്കുന്ന, താങ്ങും തണലുമായി നിൽക്കുന്ന ഈ തത്വരഹസ്യത്തിന്റെ മൗനമായ മണിമുഴക്കത്തെ കുഴലൂത്താക്കി തീർക്കുക, കുഴലൂത്താക്കി തീർക്കുക. ഇനി ലാസ്റ്റ് ഫലശ്രുതി. ഇതു പത്യവൃത്തം ഇടരില്ല പാടുന്നവർക്ക്, ഇതിനിന്നു നിന്നടിയെടുത്തു തന്നിടു നീ. ഇതു പത്യവൃത്തം ഇടരില്ല പാടുന്നവർക്ക്, ഇതിനിന്നു നിന്നടിയെടുത്തു തന്നിടു നീ. ഇത് പത്യാവക്ത്രം, വൃത്തത്തിന്റെ പേരാണ് പത്യവക്ത്രം എന്ന് പറയുന്ന വൃത്തത്തിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. ഇത് പത്യാവൃത്തം ഇടരില്ല, ഇടർന്ന് പറഞ്ഞ ദുഃഖം, ദുഃഖം ഇല്ല. ആർക്കാണ് ദുഃഖമില്ലാത്തത്? പാടുന്നവർക്ക്. ഇതിനിന്നു നിന്നടിയെടുത്തു തന്നിടു നീ. ഇത് പത്യാവക്ത്രം എന്ന വൃത്തത്തിൽ രചിച്ചിട്ടുള്ളതാണ്. ഇതിലെ വൃത്തം, വൃത്തം എന്ന വാക്കിന് ചരിത്രം എന്നൊരു അർത്ഥം കൂടെയുണ്ട്. ഏവർക്കും പഥ്യമാണ്, അതായത് ഏവർക്കും ഇതിന്റെ ചരിത്രം കൊള്ളാവുന്നതാണ്. ഈ വൃത്തത്തിന്റെ ചരിത്രം ഇത് കൊള്ളാവുന്നതാണ്. ഇടരില്ല പാടുന്നവർക്ക്. ഈ സ്തവം അതിന്റെ അന്തരാർത്ഥം അറിഞ്ഞു പാടുന്നവർക്ക് ഇടരില്ല. ഇത് എങ്ങനെയുള്ളവർക്കാണ് ഇടരില്ലാത്തത്? ഇതിന്റെ അർത്ഥം അറിഞ്ഞ് ഇത് നമ്മൾ പാടുമ്പോൾ, ഇതിന്റെ അർത്ഥമറിഞ്ഞ് പാടിയാൽ മാർക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, അല്ലാത്തവർക്കും കിട്ടും കേട്ടോ. കാരണം അതിനൊരു ഉദാഹരണം നമ്മൾ പറയുന്നില്ലേ, പൂന്താനത്തിന്റെ കഥ പറയുന്നുണ്ട്. പൂന്താനം ഭാഗവതം വായിക്കുമ്പോൾ തെറ്റായിട്ട് പദമാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ പൂന്താനത്തിനെ പരിഹസിച്ച് എല്ലാവരും ചിരിക്കുമ്പോൾ ശ്രീകോവിലിൽ നിന്ന് അശരീരി കേൾക്കുന്നുണ്ടെന്നൊരു പറയാറുണ്ട്. അതുപോലെയാണ് ഇപ്പം നമ്മൾ ഭക്തിപൂർവ്വം ചൊല്ലിയ ചെറിയ നമ്മുടെ പിഴവുകളൊക്കെ ഭഗവാൻ പൊറുക്കുക ചെയ്യും. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞു തരുന്നത്. ഇത് പാടുന്നവർക്ക് ഇടരില്ല എന്ന് പറയും. ഇത് അർത്ഥം അറിഞ്ഞ് പാടുന്നവർക്ക് കൂടുതൽ നല്ലത് കിട്ടുമെന്നോ, അല്ലാതെ അർത്ഥം അറിയാതെ ചെല്ലുന്നവർക്ക് കുറച്ച് കിട്ടുമെന്നോ അങ്ങനെയൊന്നും വിചാരിക്കല്. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവാന് സമർപ്പിച്ച് നമ്മളിലെ ചെറിയ പിഴവുകളൊക്കെ ആര് കാത്തുകൊള്ളും? ഭഗവാൻ കാത്തുകൊള്ളും. അതുകൊണ്ട് എനിക്ക് ചൊല്ലാൻ അറിയത്തില്ല, അതാണ് ഗുരുദേവ കൃതി ചൊല്ലാൻ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞാണ് അത് ഭയങ്കര പാടാണ്, അത് ചൊല്ലാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് വേറെ കൃതിയും ചൊല്ലാം. എന്നാൽ മനസ്സിലാക്കുക, ഭഗവാനിൽ നിന്ന് ഉതിർന്നു വീണ ഈ വാക്കുകളെല്ലാം മന്ത്രങ്ങളാണ്.
ആ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ ഭക്തന് വരുന്ന എല്ലാ പിഴവും ആര് പൊറുക്കും? തീർച്ചയായിട്ടും ഭഗവാൻ പൊറുക്കും. പിഴകൾ അഖിലവും പൊറുക്കെന്ന് ന്യായമെന്ന് ഗുരു സുബ്രഹ്മണ്യന്റെ കീർത്തനത്തിൽ പറയുന്നുണ്ട്. കാരണം ഒരു അച്ഛന് എപ്രകാരമാണോ മക്കളോട് അവരുടെ പിഴവുകളൊക്കെ പൊറുക്കുന്ന, അതുപോലെ നീയും എൻ്റെ പിഴവുകളൊക്കെ പൊറുക്കണമെന്ന് ഭഗവാൻ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഭഗവാൻ പൊറുക്കും. തെറ്റുമെന്ന് വിചാരിച്ച് ആരും ചൊല്ലാതിരിക്കല്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ചൊല്ലിയ ഇത് മന്ത്രങ്ങളാണ്. ഈ മന്ത്രം നമ്മളെ തീർച്ചയായിട്ടും ത്രാണനം ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. നിന്നടി എടുത്തു തന്നിടു, നിന്റെ പാദങ്ങൾ എടുത്തു തരിക എന്നാണ് പറഞ്ഞത്. നിന്റെ പാദപത്മങ്ങൾ നീ തന്നെ എനിക്ക് എടുത്തു തരണമെന്നാണ് ഇത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്നറിയോ? പൂന്താനം തെറ്റി ചൊല്ലിയ ആ പദമാണ് ഞാൻ ഓർക്കുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അത് ഓർമ്മ വരുന്നുണ്ടോ? ആരെങ്കിലും? ആരെങ്കിലും ആരും മിണ്ടുന്നില്ലേ? ഭട്ടേരിയുടെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് നമുക്ക് പ്രിയമെന്നാണ് ശ്രീകോവിലിൽ നിന്ന് അശരീരി മുഴങ്ങിയെന്നാ പറയപ്പെടുന്നത്. അതേത് പദമാന്ന് ഓർക്കുന്നുണ്ടോ? ആരും കേൾക്കുന്നില്ല എന്നെ? ഒരാളെങ്കിലും ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ? അഷ്ടപതിയാണോ ടീച്ചറെ? അഷ്ടപതിയല്ല കുഞ്ഞെ. മാവൻ തുമ്പത്ത് വന്നിട്ട് എന്തെങ്കിലും കിട്ടുന്നില്ലല്ലോ. മരപ്രഭു. അമരപ്രഭു എന്നുള്ളതിന് പൂന്താനം ചൊല്ലും, മരപ്രഭു എന്ന് ചൊല്ലും. നമ്മൾ ചില ഗുരുദേവ കൃതികളിലൊക്കെ ആകാരം കയറ്റിച്ചിടണോ നമ്മൾ എപ്പോഴും പറയും. നമ്മൾ ആത്മോപദേശം പഠിപ്പിക്കുമ്പോഴും ശിവശതമൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ചിലയിടത്ത് മാ വരുമ്പോൾ അവിടെ ആന്ന് പറയാം, മാണ്ടെന്ന് ചിലർ ചൊല്ലും. മാണ്ടെന്നല്ല വരുന്ന, ആണ്ടെന്ന് തന്നെ വരണം. അങ്ങനെയുള്ള മാ വരുന്നിടത്ത് അകാരം കയറി വരണം. ഇപ്പം പൂന്താനം ചൊല്ലിയപ്പോൾ മരപ്രഭു എന്നാ ചൊല്ലിയത്. അമരപ്രഭു എന്നുള്ളതിന് അകാരം ചേർക്കാതെ മരപ്രഭു എന്ന് ചൊല്ലി. കാരണം പൂന്താനത്തിന് സംസ്കൃതത്തിൽ നല്ല ജ്ഞാനം ഇല്ലായിരുന്നു. അപ്പോൾ കൂടെയുള്ള പട്ടേരിയെ പോലെയുള്ളവര്, നാരായണീയത്തിന്റെ കർത്താവായ ആ പട്ടേരിയൊക്കെ ഇരുന്ന് ചിരിക്കുക ചെയ്തത്. ചിരിച്ചപ്പോൾ ആ ശ്രീകോവിലിൽ നിന്ന് അശരീരി കേൾക്കുക പറയുന്നത്, പട്ടേരിയുടെ വിഭക്തിയേക്കാൾ നമുക്ക് പ്രിയം പൂന്താനത്തിന്റെ ഭക്തിയാണെന്ന്. അപ്പോൾ ഈ സംഭവമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? നമ്മളുടെ ചെറിയ പിഴകളൊക്കെ ഭഗവാൻ പൊറുക്കുമെന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ കൃതി ഇപ്പോൾ കേട്ടത് പോരാ, നമ്മുടെ നിത്യ പ്രാർത്ഥനയിൽ മിക്കവാറും എന്നും ചൊല്ലിയില്ലേലും ഇടയ്ക്കൊക്കെ ഇത് നമ്മൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മൾ മറന്നു പോകത്തില്ല. അപ്പോൾ ഇതിന്റെയും കൂടെ അർത്ഥം എഴുതിയെടുക്കാം. പത്യാവക്ത്രം. ഈ രഥത്തിന്റെ ധ, പത്യ പിന്നെ തോട്ടി പോലെ താഴെ, പത്യ വക്ത്രം, മുഖത്തിന്റെ വാക്ക വക്രം എന്ന് പറഞ്ഞ, വാ കാ എഴുതി ചന്ദ്രക്കുല, ത്ര പൂജ്യം, വക്ത്രം കേട്ടോ. പത്യാവക്ത്രം എന്ന വൃത്തത്തിൽ രചിച്ചിട്ടുള്ള, എഴുതിക്കോ, പത്യാവക്ത്രം എന്ന വൃത്തത്തിൽ രചിച്ചിട്ടുള്ള ഈ സ്തവത്തിൽ ഏവർക്കും പഥ്യമായ വൃത്തമാണ്. ബ്രാക്കറ്റിൽ ചരിത്രമാണെന്നും കൂടി ഇട്ടോ കേട്ടോ. വൃത്തമാണെന്നുള്ളതിന് ചരിത്രമാണെന്നും കൂടെ ബ്രാക്കറ്റ് ഇടണേ. വൃത്തത്തിന് നമ്മൾക്കറിയാവുന്നൊരു വൃത്തം സർക്കിളാണ്, അതിന് ചരിത്രം എന്ന അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രാക്കറ്റിൽ ചരിത്രം എന്നും കൂടി ഇട്ടു. വൃത്തമാണ് പ്രമേയമായിരിക്കുന്നത്. ഏവർക്കും പഥ്യമായ വൃത്തമാണ് അഥവാ ചരിത്രമാണ് പ്രമേയമായിരിക്കുന്നത്. ഈ സ്തവത്തിന്റെ
അർത്ഥമറിഞ്ഞു പാടുന്നവർക്ക് ഈ അങ്ങനെ ഒരു പദം ഇവിടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓർക്കുമോ, ഇത് അർത്ഥം അറിഞ്ഞു പാടുന്നവർക്ക് മാത്രമേ ഉള്ളൂ ദേവിയുടെ അടുത്ത് ചേരാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് അർത്ഥം അറിയത്തില്ല, ഞാൻ ഇനി ഇത് പാടുന്നില്ല, അങ്ങനെ വിചാരിക്കരുത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പൂന്താനത്തിന്റെ ഉദാഹരണം പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ചൊല്ലണേ. അർത്ഥമറിഞ്ഞു പാടുന്നവർക്ക് ജീവിതത്തിൽ ദുഃഖം ഉണ്ടായിരിക്കുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതാ ആപ്പിളിനകത്തൊക്കെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. ആ ആപ്പിളിന്റെ എല്ലാ ഗുണങ്ങളും ഇന്ന പ്രോട്ടീനൊക്കെ അതിനകത്ത് അടങ്ങി, ഇന്ന വിറ്റാമിൻ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ നമ്മൾ സാധാരണക്കാരൊക്കെ അത് കഴിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ വിറ്റാമിൻ ഏതൊക്കെ അടങ്ങിയിരിക്കുന്നുള്ളത് മനസ്സിലാകത്തില്ലാത്തത് കൊണ്ട് അതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ നമുക്ക് കിട്ടാതിരിക്കത്തില്ലല്ലോ, ശരിയല്ലേ? അതുപോലെ തന്നെയാ കേട്ടോ. അതുകൊണ്ട് അർത്ഥം അറിയത്തില്ലെന്നോർത്ത് ചെല്ലാതിരിക്കല്, ഇതെല്ലാവരും ചൊല്ലണം. ദുഃഖം ഉണ്ടായിരിക്കുകയില്ല, ജീവിതത്തിൽ ദുഃഖം ഉണ്ടായിരിക്കുകയില്ല. അതിനായി നിന്റെ പാദങ്ങൾ എടുത്തു തന്ന് അനുഗ്രഹിക്കുക. അതിനായി നിന്റെ പാദങ്ങൾ എടുത്തു തന്ന് അനുഗ്രഹിക്കുക. ഇത് ക്ലാസ് മുഴുവനും കേട്ട ആർക്കെങ്കിലും ഒരാള് ഇത് മുഴുവൻ ചൊല്ലാവോ ഒന്ന്? എന്നാ ചൊല്ലേ. പെരുമേനി നിന്നവയവങ്ങൾ ഉഴുന്നു നിൻമൊഴിയൊന്നതെന്നി മുനികൾക്കുമൻ നമ്പികേ. വരുവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നു നിൻ മൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിതാ. ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീയെന്നുമീ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതികൊണ്ട് ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻ കനി കണി കാണുമീ കനകമോടു കാർവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ. പെനിയാറുമാറു പിരിയാതെ പേണുന്ന നിൻ മണിമേനി തന്നിലണയുന്നതു ഊതു നീ. തുനി ചൂടും അയ്യനു തുണയ്ക്കു തോന്നുന്ന നീ മുനിമൗലി തന്നിലെഴുന്നള്ളി മൂളുന്നതും പനിയുണ്ടിടം കൃമി തുടങ്ങി മറ്റൊക്കെ നിൻ ഇനമെന്നതും നിലയിലൂതി നിന്നീടു നീ. ഇടയില്ലെനിക്കിടയിലിന്നു കാണുന്നൊരു പൊടി കൊണ്ടു മൂടുമോ ഉടലെന്നു പൊന്നമ്പികേ. തടവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നു നിൻ ഉടലൊന്നു തന്നെ ഇരുമൂതു മാണിക്യമേ. കമരും ചെവിക്കും അതുമല്ല കണ്ണിന്നു തൊട്ടമരുന്നതിന്നും ഒരു മൗലി എന്നല്ല നീ. അമരം തുഴഞ്ഞതിലിരുന്നുയർന്നങ്ങു വന്ന് അമരുന്നതെന്നരുളൂ മാമതോ ഇനിയും. ഇനി നിന്റെ മൗലിയിലെഴുന്നിടും പൂനിലാവിനു മങ്ങു നിന്നു വിളയുന്ന വെണ്ണീറിനും കനലെന്നു നീരിനു മണത്തിനെന്നല്ല നിൻ ഇനമിഞ്ഞു കണ്ടതതിനൊക്കെയും കൈതൊഴാം. തൊഴുമെന്നെ അങ്ങു വിളിയിഞ്ഞു നിന്നാഴിയിൽ തുഴയുന്നെനിക്കു തുണയില്ല നീ എന്നിയെ. അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യൻ മനം കുഴയുന്നിതങ്ങു കുഴലൂതുകാർ കൊണ്ടലേ. അലപൊങ്ങി വന്നു നുര തള്ളിയുള്ളാഴി നിൻ അലയുന്നു പെൺകുതിരയല്ലി മല്ലിന്നു നീ. നിലവെറ്റു നിന്നിതു നുറുക്കി നീരാടു നീ. കലയുന്നതില്ല തണലെന്നറിഞ്ഞതു നീ.
ഇതു പത്യവൃത്തമിടരില്ല പാടുന്നവർ ഇതിനെന്നു നിന്നടിയെടുത്തു തന്നിടു നീ. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട് ഉച്ചാരണത്തില്, അതൊക്കെ തിരുത്തണേ. പിന്നെ ഒത്തിരി സന്തോഷം, ചോദിച്ചപ്പോഴേ ഉടനെ ചൊല്ലി. ഞാൻ ദിവസവും ചൊല്ലും ടീച്ചറെ. പക്ഷെ ഒരുപാട് അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിട്ട് അക്ഷരത്തെറ്റൊക്കെ ഒഴിവാക്കണം. അത്രേ ഉള്ളു പറയാന്. ബാക്കി നന്നായിട്ട് ചൊല്ലിയിട്ടുണ്ട്. ഇത് വരുമല്ലേ, ഇത് യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പം നമുക്കത് നോക്കി ചൊല്ലി പഠിക്കണം. പേരൊന്ന് പറയുവോ? അംബിക. എന്തോ? അംബിക അശോക്. അംബിക അശോക്. ഇനി ചൊല്ലി കേൾക്കണോ? ഞാനൊന്നുകൂടെ ചൊല്ലണോ? ഒന്നുകൂടെ ചൊല്ലാനോ? ശ്രദ്ധിച്ചിരുന്നോണേ. തെഴുമേനി നിന്നവയവങ്ങളൊഴിഞ്ഞു മുൻ മൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നംബികേ, കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നു നിൻമൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ. ഇതുകൊണ്ട് കണ്ടതിലൊരുത്തി നീ എന്നും ഈ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതികൊണ്ട് ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻ കനി. കണി കാണുമി കനകമോട് കാർവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ. ഇണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻ മണിമേനി തന്നിലണയുന്നതിന്നൂതു നീ. ധുനി ചൂടുമയ്യനു തുണയ്ക്കു തോന്നുന്ന നീ മുനി മൗലി തന്നിൽ എഴുന്നള്ളി മൂളുന്നതും. പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിന്നിനമെന്നതും നിലയിലൂതി നിന്നിടു നീ. ഇടയിൽ എനിക്കിടയിലിന്നു കാണുന്നൊരിപ്പൊടി കൊണ്ട് മൂടും ഉടലിനു പൊന്നംബികേ, തടവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നു നിന്നുടലൊന്നു തന്നിനിയുമൂതു മാണിക്യമേ. കമരും ചെവിക്കുമതുമല്ല കണ്ണിനു തൊട്ടമരുന്നതിനുമൊരു മൗലി എന്നല്ല നീ. അമരം തുഴഞ്ഞിതിലിരുന്നുയർന്നങ്ങു വന്ന അമരുന്നതിനരുളു മാമദൂതിന്നിയും. ഇനി നിന്റെ മൗലിയിലെഴുന്നിടും പൂനിലാവിനുമങ്ങു നിന്നു വിളയുന്ന വെണ്ണീറിനും കനലിനു നീരിനു മണത്തിനെന്നല്ല നിന്നിനമിങ്ങു കണ്ടതതിനൊക്കെയും കൈതൊഴാം. തൊഴുമെന്നെയങ്ങു വിളിയിങ്ങു നിന്നാഴിയിൽ തുഴയുന്നെനിക്കു തുണയില്ല നീ എന്നിയെ. അഴലിങ്കലിട്ട മെഴുകല്ല നീ എൻ മനം കുഴയുന്നിതങ്ങു കുഴലൂതുകാർ കൊണ്ടലേ. അല പൊങ്ങി വന്നു നുര തള്ളിയുള്ളാഴി നിന്നലയുന്നു പെൺകുതിരയല്ലി മല്ലിന്നു നീ. നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീരലയുന്നതില്ല തണലെന്നറിഞ്ഞൂതു നീ. ഇതു പത്യവൃത്തമിടരില്ല പാടുന്നവർക്ക് ഇതിനിന്നു നിന്നടിയെടുത്തു തന്നിടു നീ. ഓം ശാന്തി ശാന്തി ശാന്തി. അങ്ങനെ ദേവീസ്തവം എന്ന കൃതി ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി എല്ലാവരും ഇത് നിത്യപ്രാർത്ഥനയിൽ ചൊല്ലുക. ഒരിക്കൽ കൂടി ഇനിയൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഗുരുവാര പാഠശാലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തെ തൊട്ടുള്ള നന്ദി അറിയിക്കുന്നു. നമസ്തേ. ടീച്ചർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ കിട്ടുമോ ടീച്ചറിന്? തീർച്ചയായിട്ടും. ടീച്ചറിന്റെ നമ്പർ ഞാൻ ഈ പറയുന്നതാണ് 97 45 60 69 92. അതല്ല എൻ്റെ നമ്പർ. എൻ്റെ നമ്പർ 89 89 21 21 74 24 20 32.
20:32. താങ്ക് യു ടീച്ചർ. എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ഈ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി ദേവീസ്തവം എന്ന ഈ കൃതി നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരികയും അതിൻ്റെ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ച് നല്ല മനോഹരമായി പദ്യങ്ങൾ ഓരോന്ന് ചൊല്ലി അതിൻ്റെ അർത്ഥങ്ങൾ എഴുതിയെടുക്കാനും ഒക്കെ നമ്മളെ പ്രാപ്തമാക്കിയ നമ്മുടെ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും നമ്മുടെ എല്ലാം ഗുരുവായ സന്ധ്യ ടീച്ചർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇത് കണക്ക് ഒരു അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ കോർഡിനേറ്ററായ എ ബി പ്രസാദ് കുമാർ സാറിനും ഞാൻ ഈ നന്ദി അറിയിക്കുന്നു. നമസ്തേ. നന്ദി ശ്രീമതി അംബിക. 3 ആഴ്ചകളായി നമ്മൾ വിചിന്തനം ചെയ്ത ദേവീസ്തവം എന്ന കൃതി ഇവിടെ അവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ്സുകൾ പൂർണ്ണമാകും. അതിനു മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം ഈ വരുന്ന ശനിയാഴ്ച സെപ്റ്റംബർ 7-ാം തീയതി രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. അപ്പം അതിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ അംഗങ്ങളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അത്തപ്പൂക്കള മത്സരത്തിന് വേണ്ടിയുള്ള പൂക്കള് നാളെ മീറ്റിങ്ങിന് വരുന്ന ആളുകളും അതുപോലെ തന്നെ എത്തിച്ചു തരാൻ സാധിക്കുന്നവരും വാടാത്ത പൂക്കൾ നാളെ തന്നെ എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ശനിയാഴ്ച രാവിലെ വരുന്ന ആളുകൾ 8:30 മണിക്ക് മുമ്പ് തന്നെ വന്ന് ആ പൂക്കള് എത്രയും മനോഹരമായി അവിടെ അത്തപ്പൂക്കളം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും 8:30 മണിക്ക് മുമ്പ് തന്നെ എത്തിച്ചേരേണ്ടതാണ്. ഇന്നത്തെ സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് മാസ്റ്റർ ഉദിത് പ്രശാന്ത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.